സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF കാളികാവ് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ഥാനാർത്ഥി കൂടിയായ IP അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും UDF മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലായിടത്തും പ്രസംഗിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് പറഞ്ഞു 4 നൂറ്റാണ്ടായി ഇവിടെ എന്ന് പറഞ്ഞു. കാളികാവിൽ ഞാൻ 4 നൂറ്റാണ്ടായിട്ടില്ല, 15 കൊല്ലമായിട്ടുള്ളൂ. കാളികാവും ചോക്കാട് എൻ്റെ വണ്ടൂരിലേക്ക് പിന്നെ വന്ന മണ്ഡലങ്ങളാണ്. ഇവിടെ 3 തവണയാണ്. ആ 3 തവണ 10 വർഷവും പ്രതിപക്ഷത്താണ്, 5 വർഷം മാത്രമാണ് ഭരണപക്ഷത്തിരുന്നത്. പക്ഷെ ആ 15 വർഷക്കാലത്തിനിടയിൽ കാളികാവിൻ്റെ കാര്യത്തിലായാലും ചോക്കാടിൻ്റെ കാര്യത്തിലായാലും ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇനി നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഇവിടെ ബാബുവും അഷ്റഫൊക്കെ പറഞ്ഞത്. നമ്മുടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു തർക്കവും വേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന വികസനം നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് ആയിരിക്കും ഇനി വരിക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലും പ്രതിപക്ഷത്താണെങ്കിലും പരമാവധി കാര്യങ്ങൾ നമ്മുടെ റോഡുകൾ റബ്ബറൈസ് റോഡുകളാക്കുന്ന കാര്യത്തിൽ, പാലങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒക്കെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാലാവസ്ഥയാണ്, അന്തരീക്ഷമാണ്. ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലായിടത്തു നിന്നും കിട്ടുന്ന റിസൾട്ടുകൾ നമുക്ക് ആവേശം നൽകുന്ന ഒന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള വിജയമാണ് നമുക്കുണ്ടായത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയം നമുക്കുണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ആശങ്ക ഉണ്ടായിരുന്നു. ഓരോ ജില്ലയും കണക്ക് കൂട്ടുമ്പോൾ തിരുവനന്തപുരത്തും ഒക്കെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്തെ കൺവെൻഷനുകളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്ഥാനാർത്ഥികളും അതിൽ പങ്കെടുത്തവരൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത ജനക്കൂട്ടവും ആവേശവുമാണ് നമുക്കുള്ളത് എന്നാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു. ആലിപ്പറ്റ ജമീല, ബാബു മോഹനക്കുറുപ്പ്, KT അഷ്റഫ്, MK മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ജോജി K അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.